നീ വൈറലാവുക. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എന്താണ് പരിപാടി എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? രാവിലെ നമ്മുടെ പ്ലാറ്റിനം മെമ്പേഴ്സിനുള്ള $1,000,000 മോർണിംഗ് റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിംഗ് പാർട്ടിലാണ് ഇപ്പോ യോഗ ടീച്ചർ വന്ന് യോഗ എടുത്തു കഴിഞ്ഞു പോയി. പിന്നീട് എന്റെ സെഷൻ ഇപ്പൊ നടക്കുകയാണ്. 2 യോഗ ട്രെയിനേഴ്സ് ആണ് ഉള്ളത്. 2 നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആണ് നമുക്ക് യോഗ പഠിപ്പിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ യോഗയും മെഡിറ്റേഷനും മറ്റു പ്രാക്ടീസുകളുമായിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ഹൈ എനർജിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രാവിലെ മോർണിംഗ് എന്ന് പറയുന്നത് കിങ് ആണ് കേട്ടോ. ഒരു ദിവസത്തിന്റെ കിങ് ആണ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ തന്നെ നല്ല ഹൈ എനർജിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം നമുക്ക് ഹാപ്പി, എനർജറ്റിക് ആൻഡ് പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും. ടീച്ചർ എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് ചോദിച്ചവരോട് മോർണിംഗ് റൊട്ടീൻ ഫോളോ ചെയ്യും. ഇന്ന് എന്താണ് പ്രത്യേകത? ഓ, ബർത്ത്ഡേ ദിവസം ഏജ് പറഞ്ഞുകൂടാ എന്നാണ്. എന്നാലും എത്രയായി താങ്കളുടെ ഏജ്? 20 വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. എന്റെ മകൻ, എന്റെ മൂത്ത പുത്രൻ, ഇന്ന് അവന്റെ 20th ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്തൊക്കെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻസ്? അറിയില്ല, സർപ്രൈസ് അല്ലെ. 20 വർഷം എങ്ങനെയാണ് കടന്നുപോയെന്ന് അറിയില്ല. അതെല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും അല്ലെ. നമ്മുടെ മക്കളിനി എത്ര വലുതായാലും നമുക്ക് അവരിപ്പോഴും കുഞ്ഞു പിള്ളേരാണ്. അപ്പോ ടീച്ചർ ക്ലാസ്സിലാണ്. ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കാണാം കേട്ടോ. ഹായ്, കോളേജിൽ പോണോ? ഇന്ന് ബർത്ത്ഡേ ആയിട്ട് കോളേജിൽ പോണായിരുന്നോ? അപ്പൊ വന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. എനിക്ക് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോണേ. എന്റെ കൈവിരൽ തുമ്പ് പിടിച്ചു നടന്ന ആ കൊച്ചു കുഞ്ഞ് ഇന്ന് 20 വയസ്സായി എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ മക്കള് എത്ര പെട്ടെന്നാ വലുതാവുന്നല്ലേ. ഇന്ന് ബർത്ത്ഡേയുടെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് സെലിബ്രേഷൻസ്? സെലിബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണമ്മ സ്കൂളിൽ പോയി വരുമ്പോഴത്തേക്ക് അവന് കോളേജില് നമ്മുടെ ഓക്കെ. ഇന്ന് പ്ലാൻ ചെയ്തത് ഉച്ചയ്ക്ക് ലഞ്ച് ചിക്കൻ ബിരിയാണിയാണ്. ഫ്രൈഡ് റൈസും ചിക്കനും. അതെ, ഫ്രൈഡ് റൈസും ചിക്കനും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം അതിന്റെ അങ്ങേ വർഷം അമരുവിന്റെ ബർത്ത്ഡേയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കരുണാലയത്തിൽ പിന്നെ അവരോടൊത്ത് നമ്മൾ ചെലവഴിച്ചത്. അതായത് നമ്മുടെ പിന്നെ മെന്റലി ചലഞ്ചസ് ആയ കുറേയേറെ സ്ത്രീകൾ ഉള്ളൊരു ചാത്തന്നൂരുള്ള കരുണാലയം. അവരോടൊത്തായിരുന്നു അമരുവിന്റെ കഴിഞ്ഞ അങ്ങേ വർഷത്തെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ അമരുവിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ പോയി സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്കുള്ള ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം കൊടുത്തത് പോലെ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. അതുപോലെ കണ്ണമ്മോന്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ ഇതായിട്ടായിരുന്നു. ഇന്നും ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ ചിലവായിട്ട് തന്നെയാണ്. ഇപ്പൊ കുറച്ചു നേരത്തെ മുമ്പേ സിസ്റ്ററെ വിളിച്ചിരുന്നു. സിസ്റ്റർ ബർത്ത്ഡേ പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം കേട്ടോ. കാര്യം നമ്മളവിടെ അർഹതപ്പെട്ടവർക്ക് ഒരു നേരം അന്നം കൊടുക്കുക കണ്ട കാര്യം. അവർക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഫീലിംഗ് തന്നെയാണ്. യാതൊരു സംശയമില്ലാത്തവരും എല്ലാവർക്കും കഴിയുന്ന സഹായം. അവരുടെ കുഞ്ഞുങ്ങളെ ബർത്ത്ഡേ വരുമ്പോഴേ നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു സഹായം അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ വലിയൊരു സഹായമാവും കൊടുക്കുന്നത് ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ് കേട്ടോ. അപ്പൊ അത് എല്ലാവരും പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ദോശയും ചമ്മന്തിയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഒന്ന് റെഡി ആവുകയാണ്. ഒന്ന് പുറത്തേക്ക് പോകണം, കുറച്ച് കാര്യങ്ങളുണ്ട്. ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. ചിക്കൻ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു പാർലറുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണം. ഈ മാസം പാർലറിൽ പോയിട്ടില്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ ആരുടെയെങ്കിലും ഒക്കെ കല്യാണം വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴായിരുന്നു ഫേഷ്യൽ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ പിന്നെ ത്രെഡിങ് ഒക്കെ വല്ലപ്പോഴുമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാ മാസവും ചെയ്യാറുണ്ട്. ഈ മാസം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ തിരിച്ചു വരുമ്പം പാർലറിൽ കയറിയിട്ടും പിന്നെ ഫേഷ്യലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടി പാർലർ. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്യൂട്ടി പാർലറാണ്. ഞാൻ എല്ലാ മാസവും സ്ഥിരമായിട്ട് വരുന്നത് ഇവിടെയാണ്. സാധാരണ ഞാൻ മുടി സ്പാ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഫേഷ്യലും ത്രെഡുമാണ് ചെയ്യുന്നത്. ഇന്ന്
മാനിക്യൂറും പെഡിക്യൂറും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്റ്റൈലിസ്റ്റ് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു മാനിക്യൂറും പെഡിക്യൂറും ചെയ്യണം എന്നുള്ളത്. അങ്ങനെ 3 മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം മാനിക്യൂറും പെഡിക്യൂറും സ്പായും ഒക്കെ ചെയ്തിട്ട് ദേ സുന്ദരിയായി ഞാൻ വീട്ടിലേക്ക് പോവാണ്. പാർലറിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെന്ന് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറണം. വീടെത്തി, നമ്മുടെ വീടെത്തി. ബിരിയാണി കഴിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഓടി ചെന്നപ്പോൾ ബിരിയാണി റെഡി ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഓടി നേരെ ക്ലാസ്സിൽ കയറി. ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുമായിട്ടാണ് വന്നത്. നേരെ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതുപോലെ ചിക്കൻ കറിയും പപ്പടവും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു സഹായത്തിന് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു. ചേട്ടൻ എത്തിയിട്ടില്ല, പുറത്ത് പോയേക്കാണ്. 3:30 ഒരു പേഴ്സണൽ സെഷൻ ഉണ്ട്. അങ്ങനെ പേഴ്സണൽ സെഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങി. അപ്പോൾ നമ്മൾ കണ്ണമ്മൻ്റെ ബർത്ത്ഡേ കേക്ക് മേടിക്കാനുള്ള യാത്രയിലാണ്. പാരിപ്പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയിലാണ് കേട്ടോ. തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നുണ്ട് ടീച്ചർമ്മയ്ക്ക് മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടെന്ന കാര്യം. ഞാൻ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞേക്കുന്നത് ടീച്ചറെ പട്ടിണി കിട്ടാണെങ്കിൽ അല്ലേ ഏട്ടാ? പട്ടിണി കിട്ടാണെങ്കിലും തടി ഉറപ്പിക്കണം എന്ന് പറഞ്ഞേക്കാണ്. അതിൻ്റെ ഒരു മിഷനിലാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പക്ഷെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും കുറയണം എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തടി കുറയ്ക്കാം. പള്ളിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നതാണ് പാമ്പുറം ക്ഷേത്രം. അവിടെ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞു. പാരിപ്പള്ളിയിലെ ജംഗ്ഷനിൽ ഏതെങ്കിലും കടയിൽ നിന്ന് നമുക്ക് മേടിക്കാം കേക്ക്. പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ്. ഇതുവഴിയാണ് മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നത് കേട്ടോ. ഇപ്പോഴൊരു പാരിപ്പള്ളിയിലെ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയില്ലേ നമ്മൾ, ഈ മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. ഇനി ഒരു ദിവസം നമുക്ക് അവിടെ പോവാം. അപ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാവോ? അതായത് ഇന്ന് വരെ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഇനി ചിലർക്ക് ഗിഫ്റ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പാരിപ്പള്ളിയിൽ എത്തിച്ചേർന്നു. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് റോഡിൻ്റെ അവസ്ഥ കണ്ടോ? കണ്ണമ്മോന് ബർത്ത്ഡേ ആയിട്ട് ബുള്ളറ്റ് ഗിഫ്റ്റ് ചെയ്തോ ടീച്ചറമ്മേ എന്ന സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ബുള്ളറ്റ് വാങ്ങാനായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവനെയും കൊണ്ട് കൊല്ലത്തൊരു ഷോപ്പിൽ പോയതാണ്. അവിടെ ചെന്ന് കണ്ടപ്പോൾ അവന് ബുള്ളറ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവന് പഴയ ബുള്ളറ്റ് മതിയെന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാനും ചേട്ടനും പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് എന്തായാലും മേടിക്കില്ല, നീ പുതിയത് മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് പിന്നെ പുതിയത് വേണ്ട, സെക്കൻഡ് ഹാൻഡ് മതിയെന്നുള്ള ഒറ്റ വാശിയിൽ നിന്നിട്ട് കടയിൽ ബുള്ളറ്റൊന്നും നോക്കാൻ പോലും അവൻ തയ്യാറായില്ല. അവനത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, സെക്കൻഡ് ഹാൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് കേടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാടല്ലേ, അപ്പോൾ നമുക്ക് പുതിയത് എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സൊക്കെ മാറ്റി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് പിന്നെ ബുക്ക് ചെയ്താൽ 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് തോന്നുന്നു. ബുക്ക് ചെയ്യാൻ പോയിട്ടില്ല. നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ മിഠായി ഇല്ലേ? എല്ലാവർക്കും കൊടുക്കാനായിട്ട് ചോക്കോബാർ വാങ്ങി. അങ്ങനെ ചോക്കോബാറും കേക്കും എടുത്ത് ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി. ഇന്നങ്ങനെ കാര്യമായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ. കാര്യം നമ്മൾ സാധാരണ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് എല്ലാവരെയും വിളിച്ച് ഭയങ്കര ആഘോഷമൊക്കെ ആക്കാറുണ്ട്. പക്ഷേ ഇന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാവരെയൊക്കെ വിളിച്ച് ചെറുതായിട്ടേ ആഘോഷിക്കുന്നുള്ളൂ. ആരെയും അങ്ങനെ കാര്യമായിട്ട് വിളിച്ചിട്ടൊന്നും ഇല്ല.
ബർത്ത്ഡേ ആണ്? നിനക്ക് എങ്ങനെ അറിയാം? പറഞ്ഞേ പറഞ്ഞാ അമലിച്ചേട്ടൻ പറഞ്ഞെന്ന്. അമലുച്ചേട്ടൻ എന്തെന്ന് പറഞ്ഞേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ ഗിഫ്റ്റ്. വാവ്, അമേസിംഗ് ഗിഫ്റ്റ്. അബിയുടെ ഗിഫ്റ്റ്. ഓ അടിപൊളി ഷൂസ് ഒക്കെ ആണല്ലോ. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ഓക്കെയാണ്. Happy birthday to you. Happy birthday to you. Happy birthday. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ശരി. നീ വൈറലാവുക. പിള്ളേർക്കുള്ള ഹായ്. ആ കേക്കാ കൂടാ. ക്രീം 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 ആദിക്ക് കുറച്ച് ഓ എടുക്കോ എടുക്കോ. ഓക്കെ ആ കൊടു കൊടു കൊടു. ഓക്കേ. മോനെ വെരി ഗുഡ്. ഷൂവാ. ഓ മൈ ഗോഡ്. വാവ്. ഉമ്മ കണന്നെ ഉമ്മ രണ്ട് ഉമ്മ രണ്ടര ഉമ്മ താടി ഉമ്മ അടി. നോക്ക്. അടിപൊളി കേട്ടോ. സൂപ്പർ. ഈ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.